പീരുമേട് തോട്ടം മേഖലയിലെ തേയിലത്തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ശോചനീയാവസ്ഥയിലുള്ള എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വരുന്ന കാലവർഷത്തിൽ സംസ്ഥാനത്തുടനീളം കനത്ത മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പീരുമേട് തോട്ടം മേഖലയിലെ ശോചനീയാവസ്ഥയിലുള്ള എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാവും. ഈ സാഹചര്യം കണക്കിലെടുത്തും കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലെയും വാഗമൺ കോട്ടമല എസ്റ്റേറ്റിലെയും ലയമുറികൾ ഇടിഞ്ഞു വീണതോടുകൂടിയാണ് വാസയോഗ്യമായതും ഏതു നിമിഷവും തകർന്നു വീഴാറുമായ എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകനും പീരുമേട് സ്വദേശിയുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്. എസ്റ്റേറ്റ് ലയങ്ങൾ, പ്രത്യേകിച്ച് തേയിലത്തോട്ട ലയങ്ങളെല്ലാം ഇടിഞ്ഞു വിടാറായ സ്ഥിതിയിലാണ്. കഴിഞ്ഞ 3-4 ബഡ്ജറ്റുകളിലായിട്ട് 10 കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരുന്നെങ്കിലും നാളിതുവരെ ഈ ലയങ്ങളൊന്നും നവീകരിക്കപ്പെട്ടിട്ടില്ല. അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ലയങ്ങളെല്ലാം നവീകരിച്ചുകൊണ്ട് കനത്ത മഴ പെയ്യാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലയങ്ങളെല്ലാം നവീകരിക്കേണ്ടതുണ്ട്. എത്രയും വേഗം സർക്കാരും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 തവണ സംസ്ഥാന ബഡ്ജറ്റുകളിലായി 10 കോടി രൂപ വീതം അനുവദിച്ചിരുന്നു. 1.5 വർഷം മുൻപ് പ്ലാന്റേഷൻ ഡയറക്ടറിന്റെ നേതൃത്വത്തിൽ 500 ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിലും തുടർ നടപടി ഉണ്ടായിട്ടുമില്ല. ഇത്തരത്തിൽ വാഗ്ദാനങ്ങളിൽ തൊഴിലാളികളുടെ ജീവിതത്തെ നരകപൂർണമാക്കുന്ന അധികൃതരുടെ നടപടി തുടരുകയാണ്. ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഇടപെടൽ ഉണ്ടാവാത്ത പക്ഷം കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് പരാതി നൽകുമെന്നും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.